ചേച്ചിയെ കാണണമെന്നുണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ വരാമെന്ന് വിചാരിച്ചത്, പിന്നെ തോന്നി അത് ശരിയാവില്ലാന്ന്. അതെന്താ അങ്ങനെ? എത്രയൊക്കെ ആയാലും ചേച്ചിയെ തല്ലിയ ആളിൻ്റെ വീടല്ലേ. ഏയ്, എന്താ ബാബു ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷേ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛനോ അമ്മയോ ചേച്ചി ഇന്നു വരെ തല്ലിയിട്ടുണ്ടോ? തല്ലാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ കാരണം ഉണ്ടായോ? കാരണം ഉണ്ടായി, ഞാൻ ഉണ്ടാക്കി. ഇപ്പം അത്രേ അറിഞ്ഞാൽ മതി. നീ നിസ്സാര കാര്യമൊക്കെ ഇങ്ങനെ വലുതാക്കി കണ്ടാലോ? എല്ലാവരുടെ ജീവിതത്തിലും കാണും ഇങ്ങനെ ചിലതെല്ലാം. ചേച്ചി പ്രസാദേട്ടനെ ന്യായീകരിക്കുകയാണല്ലേ? അതൊരു ഭാര്യയുടെ കടമയല്ലേടാ. നിന്റെ കല്യാണം കഴിയുമ്പോൾ നിന്റെ ഭാര്യ നിന്നെ ന്യായീകരിക്കും. വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സുമിത്രേച്ചി. അതിരിക്കട്ടെ, എനിക്കൊരു കാര്യം അറിയണം. ആരാ ഇത് അവിടെ വന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞത്? വേറെ ആരാ? യമുനേച്ചി തന്നെ. യമുനയോ? പക്ഷേ അവളിതെങ്ങനെ അറിഞ്ഞു? അതാണല്ലോ വിചിത്രമായ സംഗതി. ചേച്ചിയുടെ കരണത്തടിച്ചിട്ട് ആ സംഭവം അനിയത്തിയോട് പറയാ. എന്ത് ക്യാരക്ടറാ ചേച്ചി അത്? എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അതിൽ മനസ്സിലാക്കാതിരിക്കാൻ വിശേഷിച്ചൊന്നുമില്ല. അതാ പ്രസാദേട്ടൻ, ഒന്നും മറച്ചു വെക്കില്ല. ചെയ്ത കാര്യം ചെയ്തു എന്ന് തന്നെ പറയും. പക്ഷേ യമുന അത് ചെന്ന് വീട്ടിൽ പറഞ്ഞത് അതാ പ്രശ്നമായത്. എന്ത് പ്രശ്നം? അച്ഛനും അമ്മയും ചോദിക്കാൻ വന്നില്ലേ, അത് പ്രസാദേട്ടന് ഇഷ്ടായില്ല. അതിന്റെ പേരിൽ ഞാൻ കേൾക്കാത്ത ചീത്തയില്ല. അവര് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു. വന്നതിൽ എന്താ തെറ്റ്? അച്ഛനും അമ്മയല്ലേ, ചോദിക്കാൻ അവർക്ക് അവകാശമില്ലേ? അത് പറഞ്ഞാൽ നിനക്കിപ്പോൾ മനസ്സിലാവില്ല ബാബു. ഞാൻ അവരെ വിളിച്ചു വരുത്തിയെന്നല്ലേ പ്രസാദേട്ടൻ വിചാരിച്ചത്. അതുകൊണ്ടല്ലേ അച്ഛനോട് പ്രസാദേട്ടൻ മുഷിഞ്ഞ് സംസാരിക്കാൻ ഇടയായത്. ഒഴിവാക്കാമായിരുന്നു. ചേച്ചി ആരെന്ത് ചെയ്താലും ഞങ്ങൾ അറിഞ്ഞായിട്ട് ഭാവിക്കരുതെന്നാണോ? ഇടപെടരുതെന്നാണോ? ആരെങ്കിലും അല്ലല്ലോ, ഭർത്താവല്ലേ. അച്ഛൻ അതൊന്നും ആലോചിച്ചില്ല. യമുന എന്തോ പറഞ്ഞത് കേട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. നോക്ക്, ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ദയവ് ചെയ്ത് അവിടുന്ന് ആരും അന്വേഷിച്ചു വരരുതെന്ന് പറയണം കേട്ടോ. വേണ്ടായിരുന്നു. നമ്മൾ അവളെ കാണാൻ പോയതിന് ഇങ്ങനെ ഒരു നിറവുണ്ടാവുമെന്ന് കരുതിയില്ല. ബാബു വന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോ മുതല് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ഇതിന്റെ പേരില് പ്രസാദ് ഇനിയും സുമിത്രയെ ഉപദ്രവിക്കുമെന്ന എന്റെ പേടി. എന്തിനാ അങ്ങനെ ഒരു പേടി? ഭാര്യയെ തല്ലുന്നതിൽ രസം കണ്ടെത്തുന്ന ഒരു ഭർത്താവല്ല പ്രസാദ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇമോഷൻസ് നിയന്ത്രിക്കാൻ വയ്യാതായപ്പോ ഒന്ന് ശിക്ഷിച്ചു പോയി. അങ്ങനെ അവളെ ശിക്ഷിക്കേണ്ട കാര്യം എന്താ? അവൾ അതിന് എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ അവരുടെ കുടുംബകാര്യമാണ്. സുമിത്ര നമ്മുടെ മോളാണെന്നത് പോലെ തന്നെ പ്രസാദിന്റെ ഭാര്യയുമാണ്. അവൻ അവളെ തല്ലി എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അവളെ കാണാൻ ചെന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. അതിനൊരു ന്യായീകരണവും നമ്മൾ കണ്ടെത്തണ്ട. അതെങ്ങനെ തെറ്റാകും? നമ്മൾ അവളുടെ അച്ഛനും അമ്മയും അല്ലേ? മക്കളുടെ കുടുംബജീവിതത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ അച്ഛനമ്മമാർക്ക് പരിധികളുണ്ട്. ആ പരിധി കടന്നാൽ അതിന്റെ ദോഷമുണ്ടാക്കുന്നത് മക്കൾക്ക് തന്നെയായിരിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വിവാഹശേഷം ഭർത്താവിന് ഭാര്യയ്ക്ക് മേൽ പൂർണ്ണ അവകാശമുണ്ട്, അധികാരവും. തല്ലാനുള്ള അധികാരമുണ്ടോ? തല്ലിക്കിട്ടാനുള്ള അവസരം ഭാര്യ ഉണ്ടാക്കിയാൽ ഭർത്താവ് തല്ലിയെന്നും ഇരിക്കും. ഓഹോ, അപ്പോ ശങ്കരേട്ടൻ ആരുടെ സൈഡാ സംസാരിക്കുന്നേ? സുമിത്രയുടെയോ അതോ പ്രസാദിന്റെയോ? ശരിയുടെ സൈഡ്. ഒരു മകൾ എന്ന നിലയിൽ സുമിത്രയെ പറ്റി നമുക്ക് യാതൊരു പരാതിയുമില്ല എന്ന് കരുതി ഒരു ഭാര്യയുടെ റോളിലും അവൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഒന്ന് നീ ആലോചിക്കണം. പ്രസാദ് ഒരു മാന്യനാണ്. ഈസ് എ മാൻ ഓഫ് ഡിസിപ്ലിൻ. സുമിത്രയെ തല്ലിയതിന് അയാൾക്ക് വ്യക്തമായ കാരണമുണ്ട്. വീഴ്ച പറ്റിയത് നമുക്കാണ്. മകൾ ഭാര്യയാവുമ്പോ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടി വരുമ്പോ അത്യാവശ്യമായി പാലിക്കേണ്ട മര്യാദകളെ പറ്റി അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ സുമിത്രയ്ക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. യമുനയുടെ കാര്യത്തിലാണെങ്കിൽ ശരിയാ. അച്ഛനമ്മമാർ എപ്പോഴും മക്കളുടെ ഭാഗത്തല്ലേ നിൽക്കൂ.
പ്രസാദിന്റെ കാഴ്ചപ്പാടിൽ സുമിത്രയുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടാവും. സുമിത്രയാണത് കണ്ടെത്തേണ്ടത്, തിരുത്തേണ്ടത്. എന്തായാലും അവരുടെ ജീവിതം അതിന്റെ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് വിടുക. നമ്മൾ ഇടപെട്ട് അത് വഷളാക്കാതിരിക്കുന്നതാണ് ഭംഗി. ലോറി സമരം വെച്ച് ഇവിടെ പണി നിർത്തിക്കാൻ പറ്റുമോ? വേറെ ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കണം. അതൊന്നും എനിക്കറിയണ്ട. 2 ലോഡ് സിമെന്റ് ഉടനെ ഇവിടെ എത്തണം. പറഞ്ഞു മനസ്സിലായല്ലോ? ആ ശരി. ആ ഞാൻ കരുതി ബാലമാമ ഇങ്ങനെ ഒരു അനന്തരവനെ മറന്നു കാണുമെന്ന്. അഥവാ അങ്ങനെ അങ്ങ് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ബാലമാമയുടെ സംസാരത്തിൽ എന്തോ ഒരു മാറ്റം പോലെ ഉണ്ടല്ലോ, ഒരു ഗൗരവം. എന്തു പറ്റി ബാലമാമ? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ടുള്ള ഗൗരവമാ. ഉള്ളിൽ എന്താ വെച്ചുകൊണ്ടാ ബാലമാമ സംസാരിക്കുന്നത്? പക്ഷെ അത് പറയാതെ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നിനക്കെന്ത് തോന്നുന്നു? ഈ ചോദ്യം സ്വയം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നെഗറ്റീവ് ആയിരിക്കും. തെറ്റ് ചെയ്തില്ലെന്ന്. കാരണം എനിക്ക് തെറ്റ് ശരിയും തിരിച്ചറിയാൻ കഴിയും. പ്രസാദേ, വ്യക്തിക്ക് ശരിയെന്ന് തോന്നുന്നത് സമൂഹത്തിന് ശരിയെന്ന് തോന്നണമെന്നില്ല. സമൂഹത്തിൽ ചില നീതികളുണ്ട്, ന്യായങ്ങളുണ്ട്. വ്യക്തി അതിനെ മാനിക്കണം. സമൂഹത്തിൽ ഏത് നീതിയാണ് തെറ്റിച്ചത്? ഭാര്യയെ തല്ലാൻ സമൂഹം പറഞ്ഞിട്ടില്ല. ഓ, ഇപ്പൊ മനസ്സിലായി. ബാലമാമൻ വീട്ടിൽ പോയിട്ടാണല്ലേ വരവ്? അമ്മയുമായി ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. മഹാപരാധം ചെയ്ത അനന്തരവനെ വിചാരണ ചെയ്യാനും ശിക്ഷ വിധിക്കാനാവും വന്നിരിക്കുന്നത്. അതിനൊരു ആമുഖവും, സമൂഹത്തിന്റെ നീതി, സമൂഹത്തിന്റെ ന്യായം. ഭാര്യയെ തല്ലാൻ സമൂഹം പറഞ്ഞിട്ടില്ല, ശരിയാ. പക്ഷെ തല്ല് ചോദിച്ചു വാങ്ങാതിരിക്കാൻ ഭാര്യ ശ്രദ്ധിക്കണ്ടേ? ധിക്കാരം കാണിച്ചാൽ ചിലപ്പോ സന്യാസിമാര് പോലും തല്ലിപ്പോവും. സുമിത്ര ധിക്കാരം കാട്ടി അല്ലേ? പ്രസാദേ, എനിക്ക് പരിചയമില്ലാത്ത കുട്ടിയല്ല സുമിത്ര. നിന്നേക്കാൾ മുമ്പേ അവളെ കണ്ടതും പരിചയപ്പെട്ടതും ഞാനാ, അത് മറക്കണ്ട. കൂട്ടുകാരൻ്റെ മോളായതുകൊണ്ട് മാത്രമല്ല ഞാൻ അവളെ നിനക്ക് വേണ്ടി ആലോചിച്ചത്. അവളുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ശുദ്ധി കണ്ടിട്ട് കൂടിയാ. ഇപ്പോഴും എൻ്റെ ധാരണ തെറ്റിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംസ്കാരമുള്ള അച്ഛൻ്റെ സംസ്കാരമുള്ള മകളാവൾ. അവളുടെ കരണത്താണ് എൻ്റെ പ്രിയപ്പെട്ട അനന്തരവൻ കൈവീശി അടിച്ചത്. വളരെ നല്ല വാർത്തയാ പ്രസാദേ, സന്തോഷമായി. ബാലമാമ കാര്യങ്ങളുടെ ഒരു സൈഡ് മാത്രം കണ്ട് സംസാരിക്കുക. പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഞാനൊരു സാധാരണ മനുഷ്യനാ, യന്ത്രമൊന്നുമല്ല. സ്വയം നിയന്ത്രിക്കുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണ്ടേ? അനുസരണ മാത്രം പോരാ, ഭർത്താവിനോട് ഭയം കലർന്ന ഒരു ബഹുമാനവും വേണം. ഇതാണ് ഭാര്യയെ പറ്റിയുള്ള എൻ്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നിന്റെ അല്ല, നിന്റെ അച്ഛൻ്റെയാണ്. അച്ഛനിൽ നിന്നും നീ അത് പാരമ്പര്യ സ്വത്തായി ഇങ്ങി സ്വീകരിച്ചു. ഓ, അങ്ങനെ. പക്ഷെ ആ കൺസെപ്റ്റ് തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നിന്റെ അച്ഛനും തോന്നിയിട്ടില്ല. പക്ഷേ ഈ അമ്മാവൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഭാര്യയെ ഭർത്താവിനോട് അടുപ്പിച്ചു നിർത്തേണ്ടത് പേടിയല്ല, സ്നേഹമാണ്. പേടിപ്പിക്കുന്ന ഭർത്താവിന്റെ പേര് യജമാൻ എന്നാണ്, പേടിക്കുന്ന ഭാര്യയുടെ പേര് അടിമയെന്നും. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരാണോ പ്രസാദേ ദാമ്പത്യം? എനിക്ക് തോന്നുന്നില്ല. മറ്റു നിവൃത്തിയില്ലാതെയാ ഗതി കെട്ടാൻ ഞാൻ തല്ലിയത്. അല്ലാതെ ഭാര്യയെ തല്ലുന്നതിൽ എൻജോയ്മെന്റ് കണ്ടിട്ടൊന്നുമല്ല. അത് ശരി. ആട്ടെ, നിനക്കിപ്പോ ഗതിമുട്ടാൻ തക്ക എന്ത് കാര്യം അവൾ ചെയ്തത്? ഞാൻ പോകരുതെന്ന് വിലക്കി ഒരിടത്ത്
എന്റെ വാക്ക് തെറ്റിച്ച് അവൾ പോയി. ആ ഭാസ്കര പിള്ളയുടെ മകന്റെ കമ്പ്യൂട്ടർ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് അല്ലേ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞു. അറിഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, അവിടെ പോകുന്നതിൽ നിന്നും അവളെ വിലക്കാൻ എന്ത് കാരണമാ നിനക്ക് പറയാനുള്ളത്? അതിലെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അല്ലേ? ആട്ടെ, ശങ്കർജി ഇതറിഞ്ഞോ? അറിഞ്ഞു, അന്വേഷിച്ച് വരികയും ചെയ്തു. എന്നിട്ടെന്താ? ഒരക്ഷരം എതിർത്ത് പറയാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു. എന്താ കാരണം? ഞാൻ പറയുന്ന അത്രയും ന്യായമാ, ഫാക്റ്റാ. പിന്നെ എങ്ങനെ എതിർക്കും? പ്രസാദേ, നിനക്ക് തെറ്റി. നിന്നോട് കയർക്കാതെ നിന്റെ ആർഗ്യുമെന്റ്സ് മുഴുവൻ കേട്ട് ശങ്കർജി മിണ്ടാതിരുന്നെങ്കിൽ അതൊരച്ഛൻ്റെ ഗതികേട് കൊണ്ടാണ്. സ്വന്തം മകളുടെ ജീവിതം ഒത്തിട്ടാണ്. കുട്ടികളെ സ്നേഹിക്കുന്ന ഒരച്ഛന് അതേ കഴിയൂ. അപ്പൊ ബാലമാമ പറയുന്നത് എത്ര കൺട്രോൾ വിട്ടാലും ഭാര്യ തല്ലരുതെന്നാണോ? ഭാര്യ എത്ര അനുസരണക്കേട് കാണിച്ചാലും ഭർത്താവ് ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നാണോ? പരസ്പരം മനസ്സിലാക്കിയാൽ പിന്നെ എവിടെയാ പ്രസാദേ അനുസരണക്കേട്? സുമിത്രയെ പോലെ ഇന്റലിജന്റ് ആയ ഒരു കുട്ടി നിന്റെ താല്പര്യങ്ങൾ അറിയില്ലെന്നാണോ? നിന്നെ ധിക്കരിക്കുമെന്നാണോ പറയുന്നത്? ഇല്ല പ്രസാദേ. ഇമോഷൻസ് മാറ്റിവെച്ച് നീ സാവകാശം ആലോചിച്ചു നോക്ക്. കടിഞ്ഞാൻ പൊട്ടിയ കുതിര മാതിരി ആവരുത് നമ്മുടെ മനസ്സും പ്രവൃത്തിയും. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് വീഴ്ചകൾ ഒഴിവാക്കാം. ഞാൻ പറയുന്നത് പ്രസാദ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ദേഷ്യം ആർക്കും വരും. ഈ വലിയ വർത്തമാനം പറയുന്നത് എനിക്കും വരും. വന്നോട്ടെ. പക്ഷേ ആ ദേഷ്യം നമ്മളെ മരിച്ചോണ്ട് കണ്ണും മൂക്കും ഇല്ലാതെ പായാതെ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടൂല. ഹലോ, എന്താ? നിന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഏതായാലും വന്നത് നന്നായി. എനി പ്രോബ്ലംസ്? എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. പ്രോബ്ലം സോൾവ് ചെയ്യലാണോ ഇപ്പൊ നിന്റെ പ്രധാന പണി? പ്രധാന പണി അതല്ല, പക്ഷേ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാ എന്റെ പ്രധാന പണി അതായിരിക്കും. രണ്ടാളും ശ്രദ്ധിക്കുക, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കും അതുമൂലം മറ്റുള്ളവർക്കും. ഓഹോ, എന്താണാവോ അത്തരം പ്രോബ്ലംസ്? ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇവിടെയല്ലേ പ്രശ്നങ്ങളുടെ ഉത്ഭവം. നീ കൂടെ കൂടെ പ്രസാദേട്ടനെ ചെന്ന് കാണാറുണ്ടോ? ഉണ്ടല്ലോ. കാണാതെ വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സ്വന്തം ചേച്ചിയുടെ ലൈഫിന്റെ കാര്യമല്ലേ. പ്രശ്നങ്ങൾ ഇവിടെ തീരാതാവുന്നോണ്ടാണല്ലോ പ്രസാദേട്ടൻ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നേ. പ്രസാദേട്ടന്റെ വൈഫിന്റെ അനിയത്തിയല്ലേ ഞാൻ. ആ ഫ്രീഡം എനിക്കുണ്ടല്ലോ. ആ ഫ്രീഡം കൊണ്ട് പ്രസാദേട്ടൻ അഥവാ എന്തെങ്കിലും പറഞ്ഞ അതുടനെ ചൂടാറുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്നത് നല്ല ശീലാണോ? ഞാനെന്താ അറിയിച്ചുന്നാ? പ്രസാദേട്ടൻ എന്നെ തല്ലിയ കാര്യം. ചേച്ചി ആരെങ്കിലും തല്ലിയ പിന്നെ അത് വീട്ടിൽ അറിയിക്കണ്ടേ? ആരെങ്കിലും അല്ലല്ലോ, പ്രസാദേട്ടനല്ലേ തല്ലിയത്. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ചിലപ്പോ അങ്ങനെ ചിലതൊക്കെ ഉണ്ടായിന്ന് വരും. മൂന്നാമതൊരാൾ അതിലിടപെടേണ്ട കാര്യമില്ല. വെറും മൂന്നാമതൊരാളല്ലല്ലോ ഞാൻ. ചേച്ചിയുടെ സ്വന്തം അനിയത്തിയല്ലേ. ചേച്ചിയെ തല്ലിയ എനിക്ക് നോവില്ലേ? അതാ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞേ. അതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. അനിയത്തിയാണെന്ന് കരുതി ചേച്ചിയുടെ കുടുംബ ജീവിതത്തിൽ തലയിടണ്ട. ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇതുവരെ ഇല്ലാത്തൊരു ടോൺ, മുഖഭാവം. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? നീ ന്യൂസ് എത്തിച്ചതും അച്ഛനും അമ്മയും വിവരം അന്വേഷിച്ചിവിടെ വന്നു. പ്രസാദേട്ടൻ അച്ഛനുമായി മുഷിഞ്ഞ് സംസാരിച്ചു.
അച്ഛന്റെ അമ്മയുടെ മനസ്സ് നൊന്തത് പോരാന്ന് പ്രസാദേട്ടന്റെ വക എന്നെ കുറ്റപ്പെടുത്തല്. ആരാ ഇതിനൊക്കെ കാരണം? എന്തെങ്കിലും അറിഞ്ഞ അത് മനസ്സ് സൂക്ഷിക്കുന്നതിന് പകരം ഓടി നടന്ന് വിതരണം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സ് വേദനിച്ചപ്പോ തൃപ്തിയായല്ലോ. യമുന നിക്ക്. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഞാനിവിടെ വരുന്നതും ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടുന്നതും ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ. പിന്നെ യമുന പടി ചവിട്ടില്ല. എന്താ യമുന ഇത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ കുട്ടിയാണ്. നോക്ക്, നിനക്ക് ജീവിതം എന്താന്ന് അറിയില്ല. ഒരു